Hey guys, welcome back to B-Talks. ഇന്നത്തെ ചാലഞ്ച് ഗസ് ദ ഇമ്പോസ്റ്റർ ബൈ ഡാൻസ് ചാലഞ്ച്. ഓഡിയൻസിന്റെ കമന്റ്സും കാര്യങ്ങളും നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സും കാര്യങ്ങളും ഇട്ടായിരുന്നു ഗൈസ്. അപ്പൊ അതിന്റെ അഭിപ്രായ പ്രകാരം നമ്മള് ഈ ഒരു ഇമ്പോസ്റ്റർ ഡാൻസ് ലോങ് വേർഷൻ നമ്മള് ചെയ്യാൻ പോവുകയാണ്. അത് കൊള്ളാല്ലേ? കൊള്ളായിരിക്കും. നോക്കാം കൊള്ളാവും. അത് നമ്മുടെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പൊ കാണുന്നില്ലാത്തവരെല്ലാം പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന്റെ അഭിപ്രായങ്ങൾ ഗോവിന്ദ് BCB വന്ന് പറയുക. ആയിക്കോട്ടെ. സോ ഗൈസ്, അപ്പൊ ഇതിന് പ്രത്യേകം വലിയ റൂളൊന്നും ഇല്ല. നമ്മുടെ ഫോണില് സോങ്സ് ഇട്ടിട്ടുണ്ടാവും. എയർപോർട്സ് കണക്ട് ആണ്. 4 പേരെ എയർപോർട്സ് കണക്ട് ആണ്. പാട്ടിടും. ഏത് പാട്ടാണെന്നുള്ളതിനനുസരിച്ച് നമ്മൾ തുള്ളണം. അപ്പൊ ആ തുള്ളുന്നത് കണ്ടിട്ട് മാറ്റി കളിക്കാം. അത് തന്നെ, അത് കൺഫ്യൂസ് ഉണ്ട്. തുള്ളുന്നതിനനുസരിച്ച് അപ്പൊ തുള്ളുന്നതിനനുസരിച്ച് ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കണം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പാട്ട് പോരട്ടെ. ഇപ്പൊ എന്തായാലും പാട്ടിടാൻ പോവാണ്. പാട്ടിട്ട് ഇതാണോ അതൊക്കെ ഞാൻ പലതും പാട്ട് എവിടെയെങ്കിലും റീല് കാണുന്നുണ്ടെങ്കിൽ കേൾക്കത്തില്ല. ഫസ്റ്റ് ആരാ പറയാൻ പോണേ? പറഞ്ഞോ. ഞാൻ പറയുന്നു അബി. ഞാൻ പറയുന്നു അബി. നിന്റെ ഏതാ പാട്ട് ശരിക്കും പറ്റിക്ക് മാറാലേ. തമിഴ് പാട്ടല്ലേ? തമിഴ് പാട്ടല്ലേ? പറ്റിക്ക് മാറാലേ. ഏതായിരുന്നു? ഏതോ മാറുമെങ്കിൽ. അയ്യോ, ആ മറ്റേ ബീച്ചുള്ള ഞാൻ വിചാരിച്ച പവിഴമല്ലി മനസ്സിലായതോ? ഞാൻ എടുത്ത സ്റ്റെപ്പ് നോക്കി കളിക്കുക. ആ പാട്ടിന് 2-3 വേരിയേഷൻ ബീറ്റ് വേരിയേഷൻ നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കണ്ടിട്ട് ലാഗ് അടിച്ചാ തുടങ്ങിയത്. അത് ഞാൻ കണ്ടായിരുന്നു. അപ്പോ 1 പോയിന്റ്സ്. ഇറ്റ്സ് ഓക്കെ ബ്രോ, ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് പാട്ട് എടാ, എനിക്ക് നിന്നെ ഡൗട്ട് വരുന്നേ. ചുണ്ടിങ്ങനെ വെക്കല്ലേ? ഞാൻ എങ്ങനെ വെക്കാം? മറ്റേ എങ്ങനെയത്? മറ്റേ പാട്ട് പാട്ട് പാട്ടു പാടി just for fun guys, nothing else. जगुड़ के सिर के बड़ी है
എന്നാ കളിക്കാത്ത എന്നാ കളിക്കാത്ത ഇവിടുന്നോ എന്താ കളിച്ച ബ്രോ കളിക്കാതെ ഇവിടെ എന്ത് ചുമ്മാ ചെന്നാ എന്നാ എന്നാ ഇത്? ആ ആ ഇത് എന്നാ ഇത് ഓക്കെ ആ കൊമ്പൻ ഗോവിന്ദ് കൊമ്പൻ ഗോവിന്ദ് തനിക്ക് ഏതാ പാട്ട് കിട്ടിയത്? തനിക്ക് ഏതാ പാട്ട് കിട്ടിയത്? മിടുക്കി. ആ അതല്ലേ ഇഷ്ടപ്പെട്ടു അതായിരുന്നാ മുട്ടക്കലക്കി എനിക്ക് വേറെ ഏതായിരുന്നു മുട്ടക്കലക്കി നിനക്കേതാ? എനിക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് മാർക്ക് കിട്ടി. നമ്മളെ റീലിട്ടല്ല അപ്പൊ ഞാൻ വിചാരിച്ചു നീ ഡാൻസ് കളിക്കുന്നു ബ്രോ എന്നാ എന്റെ ഡാൻസ് ഒക്കെ എല്ലാ തെന്നികളും കളിച്ചോണ്ടിരിക്കുക. ഞാൻ അതുകൊണ്ട് നോക്കട്ടെ എന്നോ സ്റ്റെപ്പൊക്കെ ഒരു ബീറ്റിലിറക്കിയ രീതിയിലൊക്കെ കളിക്കുന്നത്. ഇതൊന്നും ടീച്ചറും പണ്ട് അമ്മ എഴുതുള്ളൂ. ഗായ്സ് അപ്പൊ ഈ റൗണ്ടിൽ എനിക്ക് വെച്ച് ബാക്കി മൂന്നൊക്കെ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഗായ്സ് അപ്പോ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോങ് പ്ലീസ്. അവിടെ തുടങ്ങിയോ? ആടിന് തുള്ളുന്ന പാട്ടൊന്ന് എടാ ആവശ്യമില്ലാത്ത ഉള്ളരുത് ചേട്ടാ. ഫ്ലോയ്ക്ക് വരുമായിരുന്നു. പെട്ടെന്ന് ഫ്ലോ പക്ഷെ എല്ലാരും കൊമ്പൻ തെളിച്ചല്ലോ. എണ്ണിത്തിരിക്കുന്ന എല്ലാവർക്കും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല കൊമ്പൻ. ഞാൻ അബി. കൊമ്പൻ കൊമ്പൻ പകർന്നുണ്ടായിരുന്നു. ഞാൻ കൊമ്പൻ. കണ്ടു. പാട്ടേതാ? അല്ല എങ്ങനെ എന്താ കൊമ്പൻ പാട്ടേതാ? കാട്ടു ചെമ്പകപ്പൂ. അതല്ല എന്താ കാരണം പറയാം കാരണോ? അതാണോ നിനക്ക് കിട്ടിയേ? ആ കാരണം പറയട്ടെ. അതിനെ എനിക്ക് കിട്ടിയേ. എനിക്കതാ കിട്ടി. എനിക്കത് കിട്ടി. കാട്ടു ചെമ്പകപ്പൂ പോലെ. എനിക്കും കാട്ടു ചെമ്പകപ്പൂ പോലെ കിട്ടിയേ. കളിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ല. ഇവൻ പുറകിക്കുന്നുണ്ട് കണ്ടില്ല. അയ്യോ. ഞാനവിടെ കണ്ടു സ്റ്റൈല് കളിച്ചോണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു ഇവന്മാരം ഈ സാധനം കളിക്കാത്തേന്ന്.
ഞാൻ നിങ്ങൾ കളിക്കുന്ന ആ ഇതിനൊന്നും ആ സ്റ്റെപ്പ് ഒന്നും അല്ലടെ കളിക്കേണ്ടത്. നിങ്ങൾ എന്ത് കളിച്ച ഞാൻ അത് നിങ്ങൾ നോക്കി എനിക്ക് മനസ്സിലാണ് നിങ്ങൾ ഏത് സ്റ്റെപ്പിലേക്ക് ചെയ്യാതെ കളിക്കുന്നത്. അതെ ഞാൻ കാര്യം ചെയ്യട്ടെ, നീ ആ പാട്ടിനനുസരിച്ചാണോ കളിച്ചേ? ആണോ? അല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും അതിനനുസരിച്ചല്ലേ കളിച്ച. പിന്നെ ഞാനും നിങ്ങളോട് കയറി പിടിച്ചേ. പിന്നെ നോക്കിയപ്പോ റൂട്ടൊക്കെ ഞാൻ പറയുന്നത് ഗോവിന്ദ്. കുറച്ച് ബോഡി ഷോക്ക് ഗോവിന്ദ്. റീസൺ ഇയാളുടെ ഒന്നും ചേർച്ചൊന്നുമില്ല, ഗോവിന്ദിനെ ഒന്നും ചേർച്ചൊന്നുമില്ല. എനിക്കോ തന്നെ ലാസ്റ്റ് ബീറ്റ് പാടിയപ്പോഴേ എനിക്ക് നമ്മുടെ ഇടയ്ക്കുള്ള ബീറ്റ് കാണിക്കുന്നത് കൊറേ പിന്നെ മോഹൻലാലിന്റെ സ്റ്റൈലൊക്കെ പാട്ട് അതല്ല ആ സാധനം കിട്ടും. നമ്മുടെ ബീച്ച് പോയ സമയത്ത് നമ്മളെല്ലാം അതെ ഇയാളെ കളിക്കാൻ ഇത് വേറെ രീതിയിലൊക്കെ പോവാ. അപ്പൊ ഗോവിന്ദിന് ഒരു പോയിന്റ്. എനിക്ക് வைரமே ஒரு நாள் ராசாத்திய ராத்திரி பார்த்த ரவுடி பய ரொமான்டிக்கான வாய் மூடிய வாய குழந்த வெறுங்காலில விண்வெளி போன வெறப்பா இருந்தாலும் கலரா மாறுதே துருபுடிச்ச காதல் அவ பேசு அடடடடடா அவ ஷேப்பு அப்பப்பப்பப்பப்பா ஐயோ இழுக்குது தேடி வந்த நானே ഡാൻസ് പറ്റി പിടിടാ നീ
സൂപ്പർ നല്ലതാ ഏ? വാ തുടങ്ങ്. അഭിനന്ദനല്ലേ? ഏതാ പാട്ട്? നാടിൻ നന്മകനെ പൊടി. പിന്നെ ലാസ്റ്റ് അതിനെയോ? പിന്നെ തൂക്കിയോ? നിന്നെ തൂക്കി. Thank you bro. മാർക്ക് എടുത്തേ മാർക്ക് എടുത്ത് അവര് പൂച്ച ഇങ്ങനെ കാണിച്ച് എനിക്ക് ആദ്യമേ നീ അത് മനസ്സിലായിരുന്നു. ഇങ്ങനെ കാണിച്ചിട്ട് സ്ഥിരം അപ്പൊ കൊടുത്തുള്ളൂ. അല്ല നിങ്ങളുടെ പാട്ട് അവർ ഷേപ്പ് നീ എന്നെ നോക്കി നീ ഫുള്ള് കിട്ടിയേ പാട്ട് പണി അല്ല എന്തായാലും റൊമാൻറ്റിക് പാട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ കാണിച്ചോ. ശരി. ഞാൻ നിന്നോട് ചോദിക്കട്ടെ നീ എന്തിരി താമര വെച്ചേ താമരല്ല വൈര്യം. ഓ, ശിവോ. മറന്നു. എനിക്ക് ഡാൻസ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ ഡാൻസ് ഉണ്ട്. ഞാൻ അഭി അഭി, അഭി. അഭി അഭി ഏതാ ഏതാ ഡെലിവറി ഇലുമിനാറ്റി അവരുണ്ടല്ലോ ആദ്യം പോലെ അവസാനം വരെ ഒരു അവസാനം മാത്രം കളിച്ചോണ്ടിരിക്കുന്നത് ഏത് പറഞ്ഞ മാത്രം. പോയിന്റ് സിസ്റ്റം നോക്കുവാണെങ്കിൽ 4 സ്ഥാനത്തിന് 2 പോയിന്റ് ഉണ്ട്. പിന്നെ 2 പോയിന്റ് അഭി 4 പോയിന്റ് പോയിട്ട് ആരാളെ കൊമ്പൻ 4 പോയിന്റ് ആയിട്ടുണ്ട്. പിന്നെ 7 പോയിന്റ് ആയിട്ട് ഇതായിട്ട് ഗോവിന്ദനുണ്ട്. 6 പോയിന്റ് ആയിട്ട് ഗോവിന്ദനുണ്ട്. പിന്നെ 7 പോയിന്റ് ആയിട്ട് ജക്ക് ജഗ്ചാർ ഡാൻസ് വടുതല ജക്കു വടുതല ജക്കു ഒരു നല്ലൊരു സ്റ്റെപ്പ് ഇട്ടേ. ഞാൻ വെച്ചിട്ട് എല്ലാം കളിച്ചത്. പക്ഷെ മറ്റേ നമ്മുടെ ഇലുമിനാറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അത് ഇലിമിനേറ്റ് ചെയ്തതല്ലേ? ഇത് പിന്നെ എന്തിന്റെടാ ശരി ശരി ശരി. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയില്ലേ ഡെലൂലുലോട്ടോ പോയത്. ഞങ്ങളിൽ മനസ്സിലാക്കുന്നതാണ്. ചാലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഡാൻസ് കളിക്കാറില്ലാത്തതാണ് നല്ല കുഴപ്പമില്ല. എനിക്കും അറിയത്തില്ല എപ്പോഴും ഈ കൂടുതൽ ഈ രണ്ടുപേര് സ്റ്റേജ് പെർഫോമൻസ് ആണ് എപ്പോഴും ചെയ്യാറുള്ളത് അല്ലേ? യെസ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എന്തിനാ Guys, അപ്പൊ നിങ്ങൾക്ക് ഇതില് ആഡ് ഡാൻസ് ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ.